हेलो नमस्ते दोस्तों। सब ठीक है ना। मैं उम्मीद करता हूँ सब ठीक है। सबसे पहले मैं एक बात कहनी चाहता हूँ। आपकी हिंदी सीखने की इच्छा को मैं समझता हूँ, इसलिए मैं आपकी നിരാശ नहीं करना चाहता हूँ. അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം ഫസ്റ്റ് തന്നെ പറയാനുണ്ട്. ഇത് ഈ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്ന് എടുക്കുന്ന ഈ ക്ലാസ് ഹിന്ദി ഒട്ടും അറിയാത്ത, അതായത് ഹിന്ദി പഠിക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു വേർഡ് പോലും അറിയില്ല, കേട്ടാലൊന്നും മനസ്സിലാവില്ല, അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദി കുറച്ചൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല, തട്ടി മാറ്റി വെക്കുക. പക്ഷേ നിങ്ങൾക്ക് ഹിന്ദി ഒരു വേർഡ് പോലും അറിയില്ല, അല്ലെങ്കിൽ ഹിന്ദി പഠിച്ചു തുടങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട്, അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ആദ്യം നമ്മുടെ ഹിന്ദിയിൽ നമ്മളെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? അതായത് എൻ്റെ പേര് ഇതാണ്, എൻ്റെ ജോലി ഇതാണ്, ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്, ഞാൻ ഇപ്പോൾ ഇവിടെയാണ്, ഇങ്ങനെയൊക്കെ പറയേണ്ടി വരില്ലേ? ഇതൊക്കെ നമ്മൾ ഹിന്ദി പറയണമെങ്കിൽ മേ എന്നാണ് യൂസ് ചെയ്യുക. മേ ഹിന്ദിയിൽ നമ്മൾ ഞാൻ എന്നല്ലേ, ആ സ്ഥാനത്ത് ഹിന്ദിയിൽ കൊടുക്കുക മേ എന്നായിരിക്കും. അപ്പോൾ ഞാൻ ജാബറാണെന്നുള്ളതിന് മേ ജാബർ ഹും. ഇപ്പോൾ ഞാൻ ട്രെയിനറാണെന്നുള്ളതിന് മേ ഏക്ക് ട്രെയിനർ ഹും. ഞാനിപ്പോൾ വീട്ടിലാണെന്നുള്ളതിന് മേ അബി ഗർ മേ ഹും, അല്ലെങ്കിൽ മേ അബി ഗർ പേ ഹും എന്ന് പറയാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മേ അബി ഗർ മേ ഹും, മേ അബി ഗർ പേ ഹും. ഇവിടെ എന്താ ഡിഫറൻസ്? മേ അബി ഗർ മേ ഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വീട്ടിലാണ്, വീട്ടിൻ്റെ ഉള്ളിലാണ്. മേ അബി ഗർ പേ ഹും എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലായിരിക്കണം എന്നൊരു നിർബന്ധമില്ല. ചിലപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ കടയിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ആയിരിക്കും. അതാണ് ഗർമേഹും ഗർപ്പേഹും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ജോലിയിലാണെന്ന് എങ്ങനെ പറയാം? മേ അബി കാം മേഹും, അല്ലെങ്കിൽ മേ അബി കാം പേ ഹും എന്ന് പറയാം. എൻ്റെ വ്യത്യാസം അറിയാലോ? കാമേഹം എന്ന് മേ അബി കാമേഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ജോലിയിലാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ അബി കാംപേഹം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ആ ജോലി സ്ഥലത്താണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ റെസ്റ്റ് എടുക്കായിരിക്കും, ചിലപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതായിരിക്കും ആ ഡിഫറൻറ്റ്. ഓക്കെ. അപ്പോൾ നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മേഹും, മേഹും ഞാനാണ്. ഓക്കെ. അപ്പോൾ കിട്ടോ? അടുത്തത് തും ഹോ. നമുക്ക് മറ്റുള്ള ഒരാളെ കുറിച്ച് ചോദിക്കേണ്ടി വരില്ല, നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാം, മേഹു എന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. മേഹു ഞാനാണ്. ഇനി മറ്റൊരാളെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയണമെന്നുണ്ടെങ്കിൽ, അയാളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണമെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടതാണ് തും. തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മേ ഹു എന്ന് നമ്മൾ കൊടുത്തില്ല. മേ വെക്കുന്ന സമയത്ത് നമ്മൾ ഹു കൊണ്ടാണ് അവസാനിപ്പിച്ചത്, മേ ഹു. അപ്പൊ തു വെക്കുന്ന സമയത്ത് ഹോ ആണ് യൂസ് ചെയ്യുക. ഹോ, തു ഹോ. നിങ്ങൾ ആരാണ്? തും കോൻ ഹോ. നിങ്ങൾ ആരാണ്? തും കോൻ ഹോ. നിങ്ങൾ എവിടുന്നാണ് വന്നത്? തും കഹാസെ ആയാ ഹോ. തും കഹാസെ ആയാ ഹോ എന്നാണ് പറയാം. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? തും ക്യാ കർ രഹേ ഹോ. തും ക്യാ കർ രഹേ ഹോ. തും ഇത് നമ്മൾ പറയുന്ന സമയത്ത് തും ക്യാ കർ രഹേ ഹോ, തും ക്യാ കർ രഹേ ഹോ ഇങ്ങനെയൊക്കെ ആയിരിക്കും പോവാം. പക്ഷെ പറയുന്ന അതിൻ്റെ ഒറിജിനൽ വേർഡ് തും ക്യാ കർ രഹേ ഹോ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് വരിക. നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് പറയുമ്പോൾ നമുക്ക് എങ്ങനെയും പറയാം, പക്ഷെ അത് ഇങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് രൂപം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പം മേഹും തും ഹോ. മനസ്സിലായോ? ഇനി ഈ ഷോപ്പിൻ്റെ ഓണർ നിങ്ങളാണോ എന്ന് ചോദിക്കാം. ഈ ഷോപ്പിൻ്റെ ഓണർ നിങ്ങളാണോ? ക്യാ തും ഇസ് ഷോപ്പ് കാ മാലിക് ഹോ. ക്യാ തും ഇസ് ഷോപ്പ് കാ മാലിക് ഹോ എന്ന് പറയാം. നിങ്ങൾ ഈ ഷോപ്പിൻ്റെ ഓണറാണോ? ക്യാ തും നിങ്ങളാണോ? ഇസ്ക ഇതിൻ്റെ, ഈ ഷോപ്പിൻ്റെ, ഇസ്ക ഇസ് ദുക്കാൻ കാ ഓണർ ഹോ, അല്ലെങ്കിൽ മാലിക് ഹോ. ക്യാ തും ഇസ് ദുക്കാൻ കാ മാലിക് ഹോ. നിങ്ങൾ ഈ ഷോപ്പിൻ്റെ ഓണറാണോ? ഓക്കെ. ഇനി അടുത്തതാണ് നമുക്ക് അവർ എന്ന് പറയേണ്ടി വരും അല്ലേ? അവർ. അതിന് ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വേർഡാണ് വേ. വേ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം. അവർ എൻ്റെ കൂട്ടുകാരാണ് എന്ന് പറയണമെങ്കിൽ വേ മേരാ ദോസ്ത് ഹേ. അവർ എൻ്റെ കൂട്ടുകാരാണ്. വേ മേരാ ദോസ്ത് ഹേ. അവർ എൻ്റെ മാനേജേഴ്സ് ആണ്. വേ മേരാ മാനേജേഴ്സ് ഹേ. ഇവിടെ വേ കൊടുക്കുമ്പോൾ ഹേ തന്നെ കൊടുത്താൽ മതി കേട്ടോ. മേ വരുമ്പോൾ ഹോ ഹോ, തു വെക്കുന്ന സമയത്ത് ഹോ. ബാക്കിയുള്ള ഒരുവിധ സ്ഥലത്തൊക്കെ നമ്മൾ ഹേ തന്നെയാണ് കൊടുക്കുന്നത്. എഴുതുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷെ പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അവരെൻ്റെ മാനേജേഴ്സ് ആണ്. വേ മേരാ മാനേജേഴ്സ് ഹേ. അപ്പോൾ വേ എന്ന് പറഞ്ഞാൽ അവർ. നമുക്ക് അവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ അവിടെ വേ ആണ് ചേർക്കേണ്ടത്. ഓക്കെ. വേ കൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി നോക്കാം. അവർ നല്ല ജോലിക്കാരാണ്. അവർ നല്ല ജോലിക്കാരാണ്. വേ അച്ഛ കർമ്മചാരി ഹേ. വേ അച്ഛ കർമ്മചാരി ഹേ. അവർ നല്ല ജോലിക്കാരാണ്. അതുപോലെ അവർ നല്ല ജോലിക്കാരല്ല. വേ അച്ഛ കർമ്മചാരി നെഹി ഹേ. വേ അച്ഛ കർമ്മചാരി നെഹി ഹേ. പിന്നെ അവരൊക്കെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. അവരൊക്കെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. വേ സബി മേരാ ക്ലാസ്മേറ്റ്സ് ഹേ. വേ സബി മേരാ ക്ലാസ്മേറ്റ്സ് ഹേ. ഓക്കെ. ഇനി അടുത്തതാണ് യെ. അതായത്
ഇവൻ ഇവൾ ഇത് എന്ന് പറയേണ്ടി വരില്ലേ? ഇവൻ ഇവൾ ഇത്, ഇതിനാണ് യഹ് എന്ന് പറയാം. യഹ് യഹ് എന്നാണ് അതിന്റെ കറക്റ്റ്. പക്ഷെ പറയുന്ന സമയത്ത് യെ എന്നാണ് പറയാം. യെ മേരാ ഫ്രണ്ട് ഹേ, യെ മേരാ ദോസ്ത് ഹേ എന്ന് പറയാം. യെ കിതാബ് ഹേ, ഇതൊരു ബുക്കാണ്. ഇവൻ എൻ്റെ കൂട്ടുകാരാണ്. യെ മേരാ ദോസ്ത് ഹേ. അതുപോലെ ഇത് കസാരയാണ്. യെ കുർസി ഹേ, ഇതൊരു കസാരയാണ്. യെ മേര ഫോൺ ഹേ, യെ മേര ഫോൺ ഹേ, ഇത് എൻ്റെ ഫോണാണ്. യഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇവൾ ഇത്, ഇതാണ് യഹ്. ഇനി അവൻ അവൾ അതാണെങ്കിലോ? അവൻ അവൾ അതാണെങ്കിൽ വഹ്, വഹ് എന്നാണ് അതിന്റെ വേർഡ്. പക്ഷെ പറഞ്ഞ സമയത്ത് വോ എന്ന് പറയാം. വോ മേരാ ദോസ്ത് ഹേ, അതെന്റെ കൂട്ടുകാരനാണ്. അതെന്റെ വണ്ടിയാണ്. വോ മേരാ ഗാഡി ഹേ, അത്. അപ്പൊ വോ മേരാ ഗാഡി ഹേ, അതെന്റെ ഗാഡിയാണ്. വോ മേരി ഗാഡി ഹേ എന്ന് പറയാം കേട്ടോ. വോ മേരി ഗാഡി ഹേ. അടുത്തത് അത് എന്റേതാണ്. അത് എന്റേന്ന് പറഞ്ഞാൽ വോ മേരാ ഹേ, വോ മേരാ ഹേ, അത് എന്റേതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഇതുവരെ എന്തൊക്കെയാ പഠിച്ചത്? നമ്മളെ കുറിച്ച് പറയാൻ പഠിച്ചു അല്ലേ? മേഹും. പിന്നെ നിങ്ങളാണ്. മേഹും എന്ന് പറഞ്ഞാൽ ഞാനാണ്. അതുപോലെ തും ഹോ, നിങ്ങളാണ്. തും ഹോ. വേ ഹേ, അവരാണ് അല്ലെ? പിന്നെ ഇവനാണ്, ഇവളാണ്, ഇതാണ് യേ ഹേ. ഓക്കെ, യേ ഹേ. ഇനി അടുത്തതാണ് വഹാം. വഹാം എന്ന് പറഞ്ഞാൽ അവിടെ എന്നാണ് അല്ലെ? താങ്കൾ, ഞാൻ അവിടെയാണെന്ന് എങ്ങനെ പറയാം? ഞാൻ അവിടെയാണ്. മേം വഹാം ഹേ, മേം വഹാം ഹേ, ഞാൻ അവിടെയാണ്. ഇനിയിപ്പോൾ അവിടെ എന്ന് പറയാം. അപ്പൊ ഇവിടെയാണെങ്കിലോ യഹാം എന്ന് പറഞ്ഞാൽ മതി. മേം യഹാം ഹേ, ഞാൻ ഇവിടെയാണ്. ഞാൻ അവിടെയാണെങ്കിൽ മേം വഹാം ഹേ, വഹാം യഹാം. ഓക്കെ, ഇനി എവിടെയാണ് ചോദിക്കാൻ എങ്ങനെ വെക്കാം? എവിടെയാന്നുള്ളത് കിദർ, നീ എവിടെയാണ്? തും കിദർ ഹേ. തും കിദർ ഹേ എന്നല്ല, തും കിദർ ഹോ. തും കിദർ ഹോ, നീ എവിടെയാണ്? ഇനി അവിടെ നമുക്ക് ആപ്പ് കിദർ ഹേ എന്ന് ചോദിക്കാം. ഈ ആപ്പ് ഉപയോഗിക്കാന്ന് പറയുമ്പോൾ അത് നല്ല റെസ്പെക്ട് കൊടുത്ത് ഒരാളോട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ആപ്പ് ഉപയോഗിക്കാം. ആപ്പ് കിദർ ഹേ, താങ്കൾ എവിടെയാണെന്നാണ് അതിന്റെ ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസർ വരാം. ആപ്പ് കിദർ ഹേ, താങ്കൾ എവിടെയാണ്? ഓക്കെ, അപ്പോൾ കിദർ എന്ന് പറഞ്ഞാൽ എവിടെ, വഹാം എന്ന് പറഞ്ഞാൽ അവിടെ, യഹാം എന്ന് പറഞ്ഞാൽ ഇവിടെ, വേ എന്ന് പറഞ്ഞാൽ അവർ, തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, മേ എന്ന് പറഞ്ഞാൽ ഞാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇതുപോലെ കുറച്ച് കുഞ്ഞു ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ഹിന്ദി പഠിച്ച് തുടങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോകൾ ഒരുപാട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹിന്ദി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ओके, അപ്പോൾ അഗലെ വീഡിയോ में फिर मिलेंगे. धन्यवाद.